ഒന്നും ഒരുപാട് കാലം അങ്ങ് സഹിച്ചേക്കരുത്. എല്ലാവരും പറയും ഞാൻ ഇത്ര കാലം സഹിച്ചതാണ്, ഇനി വയ്യ, മടുത്തു എന്നൊക്കെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയധിക കാലം നിങ്ങൾ ഓരോ കാര്യങ്ങളും സഹിച്ചു നിൽക്കാൻ, ഇത്രയധിക കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ? നിങ്ങളെ കൊണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കണം ഓരോ ബന്ധത്തിലും. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ പങ്കാളിയെ വിളിച്ചിട്ട് പറയാ, ഇത്രയും കാലം ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ സഹിച്ചു, മടുത്തു, ഇനി എന്നെ കൊണ്ട് വയ്യ, ഈ നിമിഷം ഇത് അവസാനിപ്പിക്കുകയാണെന്ന് പറയും. തിരിച്ചറിയാനുള്ള സാധ്യത ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു പങ്കാളിയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ മാറാൻ ഒരുപാട് മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ, അവർക്ക് നമ്മൾ മറ്റൊരു അവസരം കൊടുക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് അത്രയ്ക്കൊന്ന് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഇത്രകാലം സഹിക്കുകയായിരുന്നു എന്ന് അവരെ പല രീതിയിലെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകണം. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സഹിച്ചിരുന്നു, ഞാൻ ഇത്രയും കാലം വെറുതെ ചിരിച്ച് നടന്നതാ നിങ്ങളുടെ കൂടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഏറെ പ്രതീക്ഷയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം സഹിച്ചു നിന്നത്. ഇപ്പോൾ ഈ നിമിഷം അത് പറ്റില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇത്ര കാലം സഹിച്ച വേദന മാത്രമേ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കൂ. നിങ്ങൾ അർഹിക്കുന്ന ഒരു വലിയ മികച്ച സന്തോഷമുള്ള ഒരു ജീവിതമൊന്നും ആസ്വദിച്ചിട്ടാകില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ വന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് കോംപ്രമൈസ് ചെയ്യാണ്, അത് നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ നീരസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലോ അത് അപ്പോൾ തന്നെ പങ്കുവച്ചിരിക്കണം. അതാണ് ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്ന ഒരു രീതി. കാലം കുറെ കഴിയുന്നതോറും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒന്നും നേടാനില്ല, നഷ്ടങ്ങളല്ലാതെ.